ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശതാവരി കിഴങ്ങ് കൊണ്ടുള്ളൊരു അച്ചാറാണ്. ശതാവരി എല്ലാവർക്കും വലിയ പരിചയം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റാണ് ശതാവരി. ഇംഗ്ലീഷിൽ ഇതിനെ അസ്പരാഗസ് എന്നും പറയുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ കിഴങ്ങ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശതാവരി കിഴങ്ങിനെ വൃത്തിയാക്കി എടുക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലുള്ള തോല് കളഞ്ഞ് ഈ നല്ല വെള്ള പോലെ ആക്കിയെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ശതാവരി കിഴങ്ങ് അരിയുന്ന സമയത്ത് ഇതിൻ്റെ നടുവിലൂടെ ഒരു നാര് പോലുള്ളൊരു ഭാഗമുണ്ട്, അത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ അരിയാൻ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാം. നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഉരുളിയിലാണ്. നല്ലെണ്ണ ഒഴിച്ച ശേഷം ശതാവരി കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ശതാവരി കിഴങ്ങ് ചേർത്ത ശേഷം നന്നായി ഇളക്കുക. ഇതിൻ്റെ കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണേൻ്റെ അകത്തുനിന്ന് ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു കിഴങ്ങാണ്. ഇതെങ്ങനെ നമ്മൾ ഉപയോഗിച്ചാലും ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ ശതാവരി കിഴങ്ങിൽ വിറ്റാമിൻസ് ആയിട്ടുള്ള വിറ്റാമിൻ എ, ഇ, കെ ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. വിറ്റാമിൻസിൻ്റെ ഒക്കെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉരുളിൻ്റെ അകത്തുനിന്ന് ഇത് വറുത്ത് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ മുളക് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട ശേഷം ഒന്ന് വഴറ്റണം. കാരണം ഈ പച്ചമുളകിൻ്റെ എരിവ് ഈ എണ്ണയിലേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അങ്ങനെ വഴറ്റി ഇതിൻ്റെ കളറ് മാറുന്നവരെ നമ്മൾ വഴറ്റാം. അതിനിടയ്ക്ക് നമുക്ക് കടുകൊന്ന് പൊടിച്ചെടുക്കണം. പച്ചക്കടുക് നൈസായിട്ട് പൊടിയാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാം. എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അച്ചാറിലേക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കണം. മൂത്ത ശേഷം ആ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ശതാവരി കിഴങ്ങുണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ശതാവരി കിഴങ്ങ് എവിടെയെന്ന്. കാരണം അത് പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ അത്രയും കുറഞ്ഞു പോയിട്ടുണ്ട്. എടുത്ത ക്വാണ്ടിറ്റി പോലും നമുക്ക് കാണാൻ കഴിയില്ല. ശേഷം സാധാ അച്ചാർ പൊടി ഏതാണോ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം മാറണം. ആ പൊടിയുടെ പച്ചമണം മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പം വിനാഗിരി ചേർക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളിയിൽ വിനാഗിരി ചേർക്കുമ്പോൾ ഉരുളിന് തന്നെ ഒരു കളറ് മാറും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകമാണോ എന്നുള്ള കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടുക് ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം നല്ലൊരു ചില്ലുകുപ്പി എടുത്തിട്ട് അതിലേക്ക് ഈ അച്ചാർ നിറയ്ക്കാം. അച്ചാറായിട്ടില്ല, ഇതിൽ വിനാഗിരി കൂടി ചേർക്കാനുണ്ട്. അത് നമ്മൾ കുപ്പിയിൽ ഇട്ട ശേഷമാണ് ചേർക്കുന്നത്. നമ്മൾ കുറച്ച് മിക്സ് ഈ കുപ്പിയിലേക്ക് മാറ്റിയ ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി മൊത്തം കുപ്പിയിലേക്ക് നമ്മൾ മാറ്റി വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ കിഴങ്ങ് ചില ആൾക്കാർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം തോല് പൊളിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലാതെ തന്നെ തോല് പോക്കിയെടുക്കുക. പീലർ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.